മക്കളെ നമ്മള് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രോ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു, അയണിക് കോമ്പൗണ്ട്സ് എന്താന്നൊക്കെ പഠിച്ചു അല്ലെ. അത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചെത്തിയിട്ടുള്ളത്. അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസിന് എക്സ്ട്രാ ഉള്ള ഇലക്ട്രോൺസിന് ആർക്കെങ്കിലൊക്കെ കൊടുക്കും, എന്നിട്ട് അതാരെങ്കിലൊക്കെ വാങ്ങിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഒരു കാറ്റയോൺ ഫോം ചെയ്യും, ഒരു ആനയോൺ ഫോം ചെയ്യും അല്ലെ. പോസിറ്റീവ് ചാർജിലൊരു ആളും ഫോം ചെയ്യും, നെഗറ്റീവ് ചാർജുള്ള ആളും ഫോം ചെയ്യും. പോസിറ്റീവും നെഗറ്റീവും ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് അവർ അട്രാക്ട് ചെയ്യും. ആ ഒരു അട്രാക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും അല്ലെ അവരുടെ ഇടയിൽ. സോ അങ്ങനെയാണ് ഒരു അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ഫോം ഓഫ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാവുന്ന അയോണിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് അവർ കാണിക്കുക എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ടേക്ക് സാമ്പിൾസ് ഓഫ്, നമുക്ക് കുറച്ച് സോൾട്ടിന്റെ കുറച്ച് സാമ്പിൾ എടുക്കണം കേട്ടോ. എന്തൊക്കെ സാമ്പിൾ എടുക്കേണ്ടത്? സോഡിയം ക്ലോറൈഡ്. എന്താ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാല്? സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പാ അല്ലെ. ഉപ്പ്. സോ സോഡിയം ക്ലോറൈഡ് എടുക്കണം, പൊട്ടാസ്യം അയഡൈഡ് എടുക്കണം, ബേരിയം ക്ലോറൈഡ് എടുക്കണം, ഓർ എനി അതർ സോൾട്ട് ഫ്രം ദി സയൻസ് ലബോറട്ടറി. നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സോൾട്ട് ഏതാന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം. And take a small amount of a sample on a metal spatula and heat directly on the flame. എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു സ്പാറ്റുലയിൽ വെച്ചിട്ട് നമ്മൾ എന്താക്കണം? ചൂടാക്കണം. ഈ സോൾട്ടിനെ നമ്മൾ ചൂടാക്കണം. Okay, repeat with other samples. What did you observe? Did the samples impart any color to the flame? Do these compounds melt? Try to dissolve the samples in water, petrol, കെറാസിൻ. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? ഒന്നുമില്ല, നമ്മൾ കുറച്ച് മെറ്റൽ സാമ്പിൾ എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സാമ്പിൾ ഇവിടെ ഒരു സ്പാറ്റുലയിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്ന ഒബ്സർവേഷൻസ്. ഇതൊന്നുമില്ല, ഇത് നമുക്ക് പറയാം കേട്ടോ. സോ ഒരു മെറ്റൽ സോൾട്ടിന്റെ അയണിക് ബോണ്ടിന്റെ ഫിസിക്കൽ നാച്ചർ എന്ന് പറയുന്നത്, അയണിക് കോമ്പൗണ്ട്സ് ആർ സോളിഡ്സ് ആൻഡ് സംവാട്ട് ഹാർഡ് because of the strong force of attraction between the positive and negative ions. അല്ലേ, ഒരാൾ ഓപ്പോസിറ്റ് ചാർജ്, എപ്പോഴും നിങ്ങൾ ഓർത്തോ, ഓപ്പോസിറ്റ് ചാർജസ് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ആൻഡ് ആ ഒരു അട്രാക്ഷനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും അല്ലേ. നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക്, ഓപ്പോസിറ്റ് ചാർജുള്ള ആൾക്കാരെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത്രയും സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവരുടെ ഇടയിൽ ഉള്ളത്. സോ അയോണിക് കോമ്പൗണ്ട്സ് ആർ സോളിഡ്സ് ആൻഡ് ആർ സംവാട്ട് ഹാർഡ് ആയിരിക്കും. ഭയങ്കര സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുക. Okay, these compounds are generally brittle and break into pieces when pressure is applied. Okay, നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് they will break into pieces. അതാണ് അതിന്റെ ഫിസിക്കൽ നാച്ചർ. അപ്പൊ അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ്സും ആണ് ഞാൻ നേരത്തെ. അയണിക് കോമ്പൗണ്ട്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. എന്താണ് കാരണം? അവരെ മെൽറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അവരിങ്ങനെ കോമ്പൗണ്ട് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് അവരെ മെൽറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഹീറ്റ് കൊടുക്കേണ്ടി വരും, ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അവരെ തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അവരെ ബോയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. അവർക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആണ് ഉള്ളത്. And this is because a considerable amount of energy is required to break the strong interionic attraction. അതും എന്തുകൊണ്ടാണ്? അവരുടെ അയോൺസിന്റെ ഇടയിലുള്ള അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. സോ അതാണ് ഞാനിവിടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത്. കണ്ടോ നിങ്ങൾ? സോഡിയം ക്ലോറൈഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 1074 കെൽവിനാ. ഓക്കെ, നിങ്ങൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മെൽറ്റിംഗ് പോയിന്റ് അത്രയും കൂടിയതാ. ആൻഡ് ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് ബോയിൽ ചെയ്യാനും അത്രയും ഹ്യൂജ് എമൗണ്ട് 1686 അല്ലേ, അത്രയും എമൗണ്ട് ഓഫ് കെൽവിൻ ഓഫ്
ടെമ്പറേച്ചർ കൊടുക്കണം. ലിഥിയം ആണെങ്കിലും കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിലും കാൽഷ്യം ഓക്സൈഡും ഇങ്ങനത്തെ സോൾട്ട് ഒക്കെ ആണെങ്കിലും നിങ്ങൾ നോക്കൂ, വലിയ റേഞ്ച് ഓഫ് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ആണ് അല്ലെ. വലിയ ടെമ്പറേച്ചർ കൊടുക്കണം. നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അല്ലേ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി കൊടുക്കുക അല്ലെ. അപ്പം ഇത് നമ്മൾ കെൽവിൻ സ്കെയിലാണ്, T ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 അങ്ങനെയാണ് നമ്മൾ കെൽവിൻ സ്കെയിലേക്ക് മാറ്റുക കേട്ടോ. അപ്പം അതാണ് നമ്മൾ കെൽവിൻ സ്കെയിൽ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി കൊടുത്താലാണ് അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് അവരെ മെൽറ്റ് ചെയ്യിക്കാനോ ബോയിൽ ചെയ്യിക്കാനോ ഒക്കെ പറ്റുള്ളൂ. സോ അതാണ് ഈ പോയിന്റ് ഈ ടേബിൾ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അയണിക് കോമ്പൗണ്ട്സിന്റെ സോളിബിലിറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോളിബിലിറ്റിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. സോളിബിലിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ജനറലി soluble in water and insoluble in solvents such as kerosene, petrol. വെള്ളത്തിലാണ് ഒരു സോളിബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ എക്സാമ്പിൾ ആലോചിച്ച് നോക്കൂ, സോഡിയം ക്ലോറൈഡ് എന്തിലാ സോളിബിൾ ആവുക? വെള്ളത്തിലല്ലേ സോളിബിൾ ആവുക? ഉപ്പിട്ട വെള്ളത്തിലല്ലേ കലക്കുക? ഉപ്പ് നമ്മൾ വെള്ളത്തിലല്ലേ കലക്കുക? പക്ഷെ ജനറലി അവര് ഇൻസോളിബിൾ ഇൻ പെട്രോൾ, കെറോസിൻ എക്സെട്ര. സോ അതാണ് നമ്മളെ നെക്സ്റ്റ് വേറൊരു എക്സ്പെരിമെന്റിൽ പറഞ്ഞിട്ടുള്ള അത് തന്നെയായിരുന്നു അല്ലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ എന്താ ഇതിനകത്ത് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കിക്കേ. ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ബീക്കറിന്റെ അകത്തൊരു സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് അല്ലെ. ഒരു സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. 2 റോഡുകൾ ഉണ്ട് അല്ലെ. 2 ഗ്രാഫൈറ്റ് റോഡുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്? ബൾബ് വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഉണ്ട്, ഇവിടെ ബാറ്ററി ഉണ്ട് അല്ലെ. ബാറ്ററിന്റെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. സോ ഇത്രയുമാണ് നമ്മൾ ഒരു സോൾട്ട് ആണ്, ഒരു സോൾട്ടിന്റെ സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാ ഈ സൊല്യൂഷൻ? ഈ അയോണിക് കോമ്പൗണ്ട്സിൽ അയോൺസ് ഉണ്ട് അല്ലെ. അയോണിക് കോമ്പൗണ്ട്സിൽ അയോൺസ് ഉണ്ട്. ആ അയോൺസ് കറണ്ടിനെ കടത്തിവിടുമോ? മെറ്റൽസ് നന്നായിട്ട് കറണ്ടിനെ കടത്തിവിടുന്നു പഠിച്ചല്ലോ. മെറ്റൽസിന് ഹൈ എന്തുണ്ടായിരുന്നു? ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലോ. ഹീറ്റിനെയും കണ്ടക്ട് ചെയ്യും, കറണ്ടിനെയും കണ്ടക്ട് ചെയ്യായിരുന്നല്ലോ മെറ്റൽസ്. ആൻഡ് ഞാനിവിടെ ചോദിക്കുന്നത് ഈ അയോൺസ്, ഈ സോൾട്ടുകൾ, അയോണിക് കോമ്പൗണ്ടിൽ ഉണ്ടായിട്ടുള്ള സാധനങ്ങള് കറണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ ഇല്ലയോ എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, നോക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തു. ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ എ സൊല്യൂഷൻ ഇൻവോൾവ്സ് ദ മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. എപ്പോഴും കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, കറണ്ടിന്റെ കണ്ടക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കണം. ഓക്കെ, ചാർജ് ഉള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടക്കണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? കറണ്ടിന്റെ കണ്ടക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ കണ്ടക്ഷൻ ഉണ്ട്. ഓക്കെ, a solution of an ionic compound in water contains ion ഉണ്ട് which moves into the opposite electrons when electricity is passed through the solution. അപ്പം എന്ത് സംഭവിക്കടാ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ? എന്താ സംഭവിക്കുക? നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ബൾബ് കത്തും അല്ലെ. ബൾബ് കത്തും. അതിന്റെ അർത്ഥം എന്താ? ബൾബ് കത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ സോൾട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അയണിക് കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ലൈറ്റ് കത്തുവോ? ലൈറ്റ് കത്തുവോ? ഇല്ല. ഇവരെന്ത് ചെയ്യും? ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കണക്ഷൻ വേണമെന്നല്ലേ അതിന്റെ അർത്ഥം. ഇതിങ്ങനെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വേണ്ടേ, എന്നാലല്ലേ ഇത് കത്തുള്ളൂ. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ സൊല്യൂഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കറണ്ടിന്റെ കണ്ടക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോഴാണ് ആ ബൾബ് കത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. So, ionic compounds in the solid state do not conduct electricity. Okay, അപ്പോൾ നമ്മൾ എടുക്കുന്ന സോളിഡ് സ്റ്റേറ്റിലുള്ള സാധനം ആണെങ്കിൽ അത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യോ ഇല്ലയോ? ഇല്ല. നമ്മൾ സൊല്യൂഷൻ ആക്കിയിട്ടല്ലേ എടുത്തത്. നമ്മൾ സോൾട്ടിന്റെ സൊല്യൂഷൻ ആക്കിയിട്ട് എടുത്തത്. സോ അയണിക് കോമ്പൗണ്ട്സ് എപ്പോഴും അത് സോളിഡ് ആയിരിക്കുന്ന സമയത്തല്ല അത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുക. അതൊന്നില്ലെങ്കിൽ സൊല്യൂഷൻ ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് അത് മോൾട്ടൺ, ഉരുകിയ സ്റ്റേറ്റിലെങ്കിലും ആയിരിക്കണം, മോൾട്ടൺ സ്റ്റേറ്റിലെങ്കിലും ആയിരിക്കണം. സോ ionic compounds in the solid state do not conduct electricity because movement of ions in the solid is not possible due to their rigid structure അല്ലെ. സോ ഇവിടെ സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ ഭയങ്കര അടുപ്പിച്ചല്ലേ ഉള്ളത്. അപ്പം ഇവിടെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ നടക്കില്ല. അതുകൊണ്ട് തന്നെ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല? അവർ കറണ്ടിനെ കണ്ടക്ട് ചെയ്യില്ല.
ബട്ട് അയോണിക് കോമ്പൗണ്ട്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദി മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെ, ഉരുകിയ അവസ്ഥ മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിൽ അവര് കറന്റിനെ കണ്ടക്ട് ചെയ്യും. പക്ഷെ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ റിജിഡ് നാച്ചർ ആണുള്ളത്, സോളിഡ് സ്റ്റേറ്റിൽ റിജിഡ് സ്ട്രക്ചർ ആണ്, അവർ കറന്റിനെ കണ്ടക്ട് ചെയ്യില്ല അല്ലെ, അവർ കറന്റിനെ കണ്ടക്ട് ചെയ്യില്ല. സോ മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ സൊല്യൂഷനിലാണെങ്കിൽ എന്ത് ചെയ്യും, കറന്റിനെ കണ്ടക്ട് ചെയ്യും. ഓക്കെ സോ ionic compounds conduct electricity in the molten state. This is possible in the molten state. Since the electrostatic forces of attraction between the oppositively charged ions are overcome due to the heat. Thus, the ions move freely and conduct electricity. സോ അതുകൊണ്ട് സൊല്യൂഷനിലാണെങ്കിലും മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിലും ആര് കണ്ടക്ട് ചെയ്യും, അയോൺസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പം അയോൺസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പഠിച്ചത്, അയോൺസിന്റെ ഇടയിൽ എങ്ങനെയായിരുന്നു അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരുന്നു, അവർക്ക് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഭയങ്കര കൂടുതലായിരുന്നു, അവര് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെ, മോൾട്ടൺ സ്റ്റേറ്റില് അവര് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പക്ഷേ നോട്ട് ഇൻ സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. റീസൺ എന്താ, സോളിഡ് സ്റ്റേറ്റിൽ എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്തത്, ഭയങ്കര റിജിഡ് ആയിട്ടുള്ള നാച്ചർ ആണ് അല്ലെ, സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള നാച്ചർ ആണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ പോസിബിൾ അല്ല അല്ലെ, അയോൺസിന്റെ മൂവ്മെന്റ്സ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ. സോളിഡ് സ്റ്റേറ്റില് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ടാവുന്നില്ല, അവരുടെ റിജിഡ് നാച്ചർ ആയത് കാരണം. സോ എന്ത് സംഭവിക്കും, അവിടെ കണ്ടക്ഷൻ നടക്കില്ല. ഓക്കെ അല്ലേ, അപ്പൊ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ബൾബ് കത്തില്ലായിരുന്നു കേട്ടോ. ഓക്കെ സോ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഒക്കറൻസ് ഓഫ് മെറ്റൽസിന്റെ ഒക്കറൻസ്, എങ്ങനെയാണ് മെറ്റൽസ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ സോ എർത്ത് ക്രസ്റ്റ് ഇസ് ദ മേജർ സോഴ്സ് ഓഫ് മെറ്റൽസ്. എർത്തിന്റെ ക്രസ്റ്റ് ആണ് മെറ്റൽസ്, നമുക്ക് ഈ കിട്ടുന്ന മെറ്റൽസ് മൊത്തം ഏതാ, ഗോൾഡ്, സിൽവർ, അയേൺ, അലുമിനിയം, ഇങ്ങനെ കണ്ട നമുക്ക് കിട്ടുന്ന മെറ്റൽസ് മുഴുവൻ ഉള്ളത് എവിടെയാണ്, എർത്തിന്റെ ക്രസ്റ്റിലാണ് കേട്ടോ, എർത്ത് ക്രസ്റ്റിലാണ് ഈ മെറ്റൽസ് എല്ലാം ഉള്ളത്. സോ സീ വാട്ടറിലും ഉണ്ട്, എർത്ത് ക്രസ്റ്റിലും ഉണ്ട്. അപ്പൊ സീ വാട്ടറിലില്ലേ സോഡിയം ക്ലോറൈഡ് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്, ഉപ്പ് എവിടുന്നാ കിട്ടുന്നത്, സോഡിയം ക്ലോറൈഡ് എവിടുന്നാ കിട്ടുന്നത്, സീ വാട്ടർ നല്ലേടാ. സോ സീ വാട്ടറിലും എന്തുണ്ട്, സീ വാട്ടറിലും ഉണ്ട് and earth crustilum ഉണ്ട്. Sea water also contains some soluble salts such as sodium chloride, magnesium chloride, etc. The elements or compounds which occur naturally in the earth crust are known as minerals. അപ്പം earth crustല് നാച്ചുറൽ ആയിട്ട് അപ്പൊ നമ്മുടെ earth crustil ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ആയിട്ടൊന്നും അല്ല കിടക്കുന്നത്, നമ്മൾ ഗോൾഡിനെ അതിന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക ചെയ്യുക. ഓക്കെ, നമുക്ക് കിട്ടുന്ന കോപ്പർ ആണെങ്കിൽ കോപ്പർ ആയിട്ടല്ല കിടക്കുക, നമ്മൾ കോപ്പറിനെ ആക്കി എടുക്കണം. നമുക്ക് കിട്ടുന്ന ഇരുമ്പ് അയേൺ ആണെങ്കിൽ അത് അയേൺ ആയിട്ടല്ല ഉണ്ടാവുക, നമ്മൾ അതിൻ്റെ ഒരു കോമ്പൗണ്ട് മിനറൽ ഫോമിലാണ് ഉണ്ടാവുക കേട്ടോ. ആ മിനറൽ ഫോമിൽ നമ്മൾ എന്തെടുക്കണം, അയണിനെ മാത്രം, നമുക്ക് വേണ്ട സാധനം മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. സോ ആ ഒരു ഫോമിലുള്ളതിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയാം. 2 ടേംസ് ആണ് പഠിക്കാനുള്ളത്, ഓറും പഠിക്കാനുണ്ട്, മിനറൽസും പഠിക്കാനുണ്ട്. സോ മിനറൽസും ഓറും രണ്ടും ഡിഫറെന്റ് ടേംസ് ആണ്, രണ്ടും ഒന്നായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. മിനറൽസ് വേറെയാണ്, ഓറും വേറെയാണ്. മിനറൽ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്കെ, മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the elements or compounds which occur naturally in the earth crust. ഓക്കെ, ഒരു എലമെന്റോ കോമ്പൗണ്ടോ നാച്ചുറലി എർത്ത് ക്രസ്റ്റിലുള്ളതിനെയാണ് നമ്മൾ മിനറൽ എന്ന് പറയുക കേട്ടോ. മിനറൽ എന്ന് പറഞ്ഞാൽ അതാ. ആൻഡ് ഓർ എന്ന് പറഞ്ഞാൽ എന്താ, ചില സ്ഥലത്ത് മിനറലിന് വെരി ഹൈ പെർസെൻറ്റേജ് ഓഫ് പെർട്ടിക്കുലർ മെറ്റൽ. ഇപ്പം ഒരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഹാമറ്റൈറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഓരോ മെറ്റൽ എടുത്തു കഴിഞ്ഞാലും ഒരു പെർട്ടിക്കുലർ മെറ്റൽ കണ്ടന്റ് അതിനകത്ത് ഭയങ്കര കൂടുതലായിരിക്കും. ആ മിനറൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടില് പെർട്ടിക്കുലർ മെറ്റൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അയേൺ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മിനറൽ എടുക്കുക, ആ ഒരു മിനറലില് ആ ഒരു അയേണിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അയേൺ മാത്രം നമുക്ക് വേണമെന്ന് വിചാരിക്കാം. മിനറൽ എന്ന് പറഞ്ഞാൽ കുറേ സാധനം കൂടി ചേർന്നിട്ട്, അപ്പൊ അതിനകത്ത് അയേണും ഉണ്ടാവും. അയേണിന്റെ എമൗണ്ട് ആ മിനറലിൽ കൂടുതലാണെങ്കിൽ നമുക്ക് അത് പ്ലസ് നമുക്ക് ആ അയേണിനെ
രണ്ട് കാര്യങ്ങളാണ് ഓർ എന്ന് പറയാൻ വേണ്ടി എടുക്കുക. ഓക്കെ, ഒരു സാധനം അതിന്റെ ഓർ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് അവൈലബിലിറ്റി. ഓക്കെ, നമുക്കൊരു മിനറൽ കിട്ടി, ഒരു മിനറൽ എർത്ത് ക്രസ്റ്റ് കിട്ടി. ആ എർത്ത് ക്രസ്റ്റിൽ നമുക്ക് വേണ്ട ഒരു സാധനം, ഇപ്പൊ ഗോൾഡോ സിൽവറോ അയണോ, നമുക്ക് ഏത് സാധനമാണോ വേണ്ടത് ആ സാധനം ഭയങ്കര കൂടുതലായിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഭയങ്കര കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സാധനത്തിന് എടുത്തൂടെ? ഈ നമുക്ക് വേണ്ട ഒരു കണ്ടന്റ്, ഒരു മെറ്റലിൽ നമുക്ക് അതിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂലേ? എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂലേ? പറ്റും. ആൻഡ് അങ്ങനെ ചുമ്മാ നമ്മളിപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതിനല്ല നമ്മൾ പറയുക കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, അതായത് നമുക്ക് കുറഞ്ഞ ചെലവിൽ നമുക്ക് വേണ്ട മെറ്റൽസിനെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മിനറൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ആ മെറ്റലിന്റെ ഓർ. ഓക്കെ, അപ്പം ഓർസ് പ്രോഫിറ്റബിളി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. കുറേ പൈസ കൊടുത്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നതല്ല, പ്രോഫിറ്റബിളി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ മിനറലിനെയാണ് നമ്മൾ ആ മെറ്റലിന്റെ ഓർ എന്ന് പറയാം. ക്ലിയർ ആണോ? അറ്റ് സം പ്ലേസസ്, അപ്പൊ എന്താ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ at some places minerals contain a very high percentage of a particular metal and the metal can be profitably extracted from it. These minerals are known as ore. അപ്പം എല്ലാ മിനറലുകളും എന്താണ്? ഓറാണോ? എല്ലാ ഓറുകളും മിനറലുകളാണ്. എല്ലാ ഓറുകളും മിനറലുകളാണ്, പക്ഷെ എല്ലാ മിനറലുകളും എന്തല്ല? ഓറല്ല, അല്ലെ? മിനറൽ തന്നെയും നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന, നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ആൻഡ് പ്രോഫിറ്റബിളി കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ഓർ എന്ന് പറയാം. ഓക്കെ ഓക്കെ, ക്ലിയർ? നമുക്ക് വേണ്ട ഒരു പെർട്ടിക്കുലർ മെറ്റൽ, ഇപ്പൊ നമുക്ക് ഗോൾഡ് വേണമെന്നുണ്ട്, അപ്പൊ ഗോൾഡിന് വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട്, ഒരു സാധനത്തിൽ കുറേ ഗോൾഡ് ഉണ്ട്, അപ്പൊ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മിനറലിനെ നമ്മൾ എന്ത് പറയും? ഓർ എന്ന് പറയും, ഗോൾഡിന്റെ ഓർ എന്ന് പറയും. ഓക്കെ, ആൻഡ് നമുക്ക് അയേണാ വേണ്ടത്, ഒരു സാധനം കിട്ടിയപ്പോൾ അതിനകത്ത് കുറേ പെർസെൻറ്റേജ് ഓഫ് അയേൺ ഉണ്ട്, അപ്പൊ നമുക്ക് ആ അയേണിന് അതിനകത്ത് നിന്ന് എടുക്കണം. ഒരു മിനറലിൻ്റെ അകത്ത് നമുക്ക് അയേണിന് എടുക്കണം, അത് നമുക്ക് പ്രോഫിറ്റബിളി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് നമ്മൾ അയേണിന്റെ ഓർ എന്ന് പറയാം. ഒരു സാധനത്തിന്റെ നമുക്ക് ഇപ്പൊ ബോക്സൈറ്റ് ആണെങ്കിൽ, അലൂമിനിയം ആണെങ്കിൽ, ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിനകത്ത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ട മെറ്റലിനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? ആ മെറ്റലിന്റെ ഓർ എന്നാ പറയാ. അപ്പൊ അതാണ് മിനറലും ഓറും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇനി നമുക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. നമുക്ക് വേണ്ട മെറ്റൽസിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? മെറ്റൽസും നോൺ മെറ്റൽസും. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? എങ്ങനെ നമുക്ക് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പഠിക്കുന്നത്. സോ some metals are found in the earth crust in the free state, some are found in the form of their compounds. ചില ആൾക്കാര് ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കുക. ഓക്കെ, ചില ആൾക്കാർ ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കുക, ചില ആൾക്കാര് കോമ്പൗണ്ട്സ് ആയിട്ട് കിടക്കുക. ഇപ്പൊ ചില ആൾക്കാർ വെറുതെ കിടക്കുന്നുണ്ടാവും, ചില ആൾക്കാർ കോമ്പൗണ്ട് ആയിട്ട് കിടക്കുന്നുണ്ടാവും. Metals at the bottom of the activity series are the least reactive. ഓർമ്മയില്ലേ റിയാക്ടിവിറ്റി സീരീസ്? ഓർമ്മയില്ലേ എന്തായിരുന്നു റിയാക്ടിവിറ്റി സീരീസ്? എന്തായിരുന്നു? കനകയുടെ മാസ് എന്തായിരുന്നു? കനകയുടെ മാസ് ഫെബ്ക അല്ലെ? ഫെബ്ക ഇതായിരുന്നു നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത് അല്ലെ. എന്തായിരുന്നു? പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്, അയേൺ ഉണ്ട്, ലെഡ് ഉണ്ട്, പിന്നെ ഏതാ? കോപ്പർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഇങ്ങനെയായിരുന്നു നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് അല്ലെ. ഇതായിരുന്നു നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. ഇതില് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ, ഇവര് ഹൈലി റിയാക്റ്റീവ് ആയിരുന്നു, താഴേക്ക് വരുന്ന ആൾക്കാര് റിയാക്ടിവിറ്റി കുറവായിരുന്നു അല്ലെ. ഇങ്ങനെയായിരുന്നു നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചത്. So the metals at the bottom of the activity series are the least reactive. They are often found in a free state. അപ്പൊ അവര് ഈ ഗോൾഡും സിൽവറും ഒക്കെ അവര് ഫ്രീ ആയിട്ടാ കിടക്കുക. ഓക്കെ, അവര് ഫ്രീ ആയിട്ടാ കിടക്കുക, അവര്
കൂടുതലായിട്ടും കോമ്പൗണ്ട്സ് ഒന്നും ഉണ്ടാക്കില്ല. അവർ ഫ്രീ ആയിട്ട് അല്ലെ, അവർ റിയാക്ഷൻ ഒക്കെ കുറഞ്ഞ ആൾക്കാരാണ്. അവർ ഫ്രീ ആയിട്ട്, അവരെവിടെയും പോയിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, അവർ ഫ്രീ ആയിട്ട് നിൽക്കും, അവര് റിയാക്ഷൻ കുറഞ്ഞ ആൾക്കാരാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ, gold, silver, platinum and copper are found in the free state. Copper and silver are also found in the combined state as their sulfide അല്ലെങ്കിൽ ഓക്സൈഡ് ഓർ ആയിട്ടോ അവരെന്ത് ചെയ്യും, കോപ്പറും സിൽവറും ചിലപ്പം, സിൽവർ ഒക്കെ നോർമലി ഫ്രീ ആയിട്ടാണ് കിടക്കുക, ചിലപ്പം വേണമെങ്കിൽ ഈ അറ്റത്തേക്കുള്ള ഈ കോപ്പറും സിൽവറൊക്കെ എന്ത് ചെയ്യാറുണ്ട്, റിയാക്ടിവിറ്റി സീരീസിന്റെ താഴേക്കുള്ള കോപ്പറും, ഗോൾഡ് എന്തായാലും ഫ്രീ ആയിട്ടാ ഓൾമോസ്റ്റ് കിടക്കുന്നത്, ആൻഡ് കോപ്പറും സിൽവറൊക്കെ ചിലപ്പം എന്തൊക്കെ ഫോം ചെയ്യാറുണ്ടടാ, സൾഫൈഡും ഓക്സൈഡും ഒക്കെ ഫോം ചെയ്യാറുണ്ട് കേട്ടോ, ഓക്സൈഡ് ഫോമിലൊക്കെ ഉണ്ടാവാറുണ്ട്. മെറ്റൽസ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ആക്ടിവിറ്റി സീരീസ്, റിയാക്ടിവിറ്റി സീരീസിന്റെ ടോപ്പിലുള്ള ആള് ആരാ, കന്നക്ക അല്ലെ, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ആർ സോ റിയാക്റ്റീവ്. അപ്പൊ മാസ് ഇല്ല, MA വരെ അല്ലെ, മെഗ്നീഷ്യം അലൂമിനിയം വരെയുള്ള ആൾക്കാര് are so reactive that they are never found in nature as free elements. അവരെപ്പം നോക്കിയാലും അവർ റിയാക്റ്റീവ് അല്ലെ, അവർ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാനേ പറ്റില്ല, അവർ ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരൊക്കെ, സോഡിയം, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലൂമിനിയം അല്ലെ, ഇത്രയും ആൾക്കാര് ഭയങ്കര ഹൈ റിയാക്റ്റീവ്. പൊട്ടാസ്യം ഒക്കെ ഞാൻ പറഞ്ഞു, സോഡിയം പൊട്ടാസ്യം ഒക്കെ ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കെറാസിൻ ഓയിലാണല്ലേ സൂക്ഷിക്കുന്നത്, സോ അത്രയും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർ റിയാക്ടിവിറ്റി കൂടിയ ആൾക്കാരാണ് അല്ലെ, ആൻഡ് അവർ ഒരിക്കലും എന്താവില്ല, ഫ്രീ എലമെന്റ്സ് ആയിട്ട് കിടക്കൂല, അവർ എപ്പോഴും റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, എപ്പോഴും കോമ്പൗണ്ട്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. ആൻഡ് മെറ്റൽസ് ഇൻ ദ മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരീസ്, നമ്മൾ പഠിച്ചിരിക്കുന്ന ആക്ടിവിറ്റി സീരീസിൽ മിഡിൽ ആയിട്ടുള്ള ആൾക്കാർ, ബാക്കി പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാ, മാസില് സിങ്ക്, അയേൺ, ലെഡ് അല്ലെ, ഇവരൊക്കെ മോഡറേറ്റീവ്ലി റിയാക്റ്റീവാ. ചില സമയത്തൊക്കെ റിയാക്ട് ചെയ്യും, ചില സമയത്ത് അങ്ങനെ വലുതായിട്ടൊന്നും റിയാക്ട് ചെയ്യില്ല. അങ്ങനെ മോഡറേറ്റീവ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ദേ ആർ ഫൗണ്ട് ഇൻ ദ എർത്ത് ക്രസ്റ്റ് മെയിൻലി ആസ് ഓക്സൈഡ്സ്, സൾഫൈഡ് അല്ലെങ്കിൽ കാർബണേറ്റ്സ് ആയിട്ടാണ് അവർ റിയാക്ഷൻ നടക്കുക എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞിരിക്കുന്ന സിങ്ക്, അയേൺ, ലെഡ് ഒക്കെ റിയാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് സൾഫൈഡ് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് ഒക്കെ ആയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ അവർ ഓക്സൈഡ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സൾഫൈഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കാർബണേറ്റ്സ് ആയിട്ടായിരിക്കും അവര് റിയാക്ഷൻ നടന്നിട്ട് ഉണ്ടാവുക. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാറ്റഗറി ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും, അവർ ഫ്രീ ആയിട്ടേ ഉണ്ടാവില്ല, അവർ എപ്പോഴും റിയാക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. മോഡറേറ്റ്ലി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആരൊക്കെയാ, സിങ്ക്, അയേൺ, ലെഡ് ഇവരൊക്കെ. ഓക്കെ, thus on the basis of reactivity we can group the metals into the following 3 categories. അപ്പം നമ്മൾ പഠിച്ച റിയാക്ടിവിറ്റി സീരീസിലുള്ള ആൾക്കാരെ നമുക്ക് അവരുടെ റിയാക്ടിവിറ്റിന്റെ ബേസിസിൽ മെറ്റൽസ് ഓഫ് ലോ റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി, ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മെറ്റൽസ് ഓഫ് ലോ റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് അവരെ തിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ലോ റിയാക്ടിവിറ്റി കാണിക്കുന്ന ആൾക്കാരൊക്കെ ആരൊക്കെയാ, ഗോൾഡ് ഒക്കെ അല്ലെ. ഹൈ റിയാക്ടിവിറ്റി കാണിക്കുന്ന ആൾക്കാര് കന്നക്ക, മാസില് എമ്മും എയും, മഗ്നീഷ്യവും അലൂമിനിയവും വരെ വരും. ആൻഡ് സിങ്ക്, അയേൺ, ലെഡ് ഒക്കെ ആരാ, മീഡിയം റിയാക്ടിവിറ്റി കാണിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, സോ ഇവരെ നമുക്ക് ഫസ്റ്റ് ടോപ്പിലുള്ള ആൾക്കാരെ നമുക്ക് ആരാ, കന്നക്കയുടെ, മാസിന്റെ, അലൂമിനിയം വരെ, വരെയുള്ള ആൾക്കാര് ഇലക്ട്രോലിസിസ് ആണ് നമ്മൾ ചെയ്യുക. അവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക ഇലക്ട്രോലിസിസ് ആണ് കേട്ടോ. അവിടെ ഇലക്ട്രിസിറ്റി വേണം കേട്ടോ, ഇലക്ട്രോലിസിസ് ആണ് നമ്മൾ ചെയ്യുക. ആൻഡ് സിങ്ക്, അയേൺ, ലെഡ്, കോപ്പർ അവരെ നമ്മൾ കാർബൺ വെച്ചിട്ട് റിഡക്ഷൻ ആണ് ചെയ്യുക. ഓക്കെ, അവരെ നമ്മൾ ചെയ്യുക കാർബൺ വെച്ചിട്ട് റിഡക്ഷൻ ആണ് ചെയ്യേണ്ടത്. റിഡക്ഷൻ യൂസിങ് കാർബൺ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഗോൾഡും സിൽവറും ഒക്കെ എങ്ങനെയാ കാണുന്നത്, ഫൗണ്ട് ഇൻ നാറ്റീവ് സ്റ്റേറ്റ് അല്ലെ, അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് കാണുന്നത്.
അപ്പൊ അവരെ നമ്മൾ പ്രത്യേകിച്ച് വലിയ എഫേർട്ട് ഒന്നും ഇട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവർ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. പക്ഷെ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, കറണ്ട് കടത്തിവിടണം. അത്രയും സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോളിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇവരെ നമ്മൾ മീഡിയം മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ റിഡക്ഷൻ യൂസിങ് കാർബൺ ചെയ്യണം, അല്ലെ, കാർബൺ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. ആൻഡ് ഫ്രീ സ്റ്റേറ്റിലുള്ള ആൾക്കാരെ നമ്മൾ മൈനർ കാര്യങ്ങൾ ചെയ്താൽ മതി. സോ ഇത്രയാണ് നമുക്ക് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ റിയാക്ടിവിറ്റീന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അല്ലെ? റിയാക്ടിവിറ്റി ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. കന്നക്കയുടെ മാസ് ഫെപ്കയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു, അല്ലെ? കന്നക്കയുടെ മാസ് ഫെപ്കയാണ്, ആൻഡ് അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു, അല്ലെ? ഹൈലി റിയാക്റ്റീവ്, മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആൻഡ് വേറെന്തായിരുന്നു? നോട്ട് റിയാക്റ്റീവ്, അല്ലെ? അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പൊ അത്രയാണ് നമ്മൾ ഈ സെഷനിൽ പഠിച്ചത്. റെഡി? ലോ റിയാക്റ്റീവ്, അല്ലെ? അങ്ങനെ 3 റിയാക്ഷൻ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പ്രോപ്പർട്ടീസ് ഓഫ് അയണിക് കോമ്പൗണ്ട്സ്. അയണിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, പിന്നെ എന്തായിരുന്നു? പിന്നെ അവരുടെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ന് പഠിച്ചു. അവർ കറണ്ടിനെ കടത്തിവിടും എന്ന് പറഞ്ഞു, അല്ലെ? മോൾട്ടൺ സ്റ്റേറ്റിലാണെങ്കിൽ അവർ കറണ്ടിനെ കടത്തിവിടും, പക്ഷേ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അയണിക് കോമ്പൗണ്ട്സ് കറണ്ടിനെ കടത്തിവിടില്ല എന്ന് പഠിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി കുറച്ചും കൂടെ ചാപ്റ്റർ പഠിക്കാനുണ്ട്, നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.